മക്കളെ, നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ടൈം മോഡൽ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയതാണ്. ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ 1, 2, 3 ക്വസ്റ്റ്യനൊക്കെ നിങ്ങളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് തന്നെ കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൽ ഒരേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. രണ്ടിലും ഏകദേശം സാമ്യമുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂലിയാർ ലൂണ കഹാനിക്കായി ഹംശപടെ. ജൂലിയാർ ലൂണ എന്ന കഹാനിയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. അത് വായിക്കുക. അതിനുശേഷം 1 മുതൽ 3 വരെ, അതായത് 1, 2, 3 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക. ഇതിൽ നിന്നാണ് നമ്മൾ 1, 2, 3 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതേണ്ടത്. മനസ്സിലായല്ലോ? നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നിരിക്കുന്നത് വായിക്കണം. എത്ര ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇതൊന്ന് എഴുതേണ്ടത്. പല കുട്ടികളും അത് ശ്രദ്ധിക്കാറേ ഇല്ല. അതൊക്കെയാണ് നിങ്ങളുടെ മാർക്ക് പോകാനുള്ള ഒന്നാമത്തെ കാരണം. ഏത് ചോദ്യം മുതൽ ഏത് ചോദ്യം വരെ നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് എഴുതണം എന്ന് നോക്കണം. ഇങ്ങനെ നിങ്ങൾക്കൊരു പാരഗ്രാഫ് തരുമല്ലോ, അതാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഏറ്റവും സഹായിക്കുന്നത്. അത് നിങ്ങൾ വായിക്കാതെ പോവരുത്. അത് വായിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ 1 മുതൽ 3 വരെ എന്ന് പറയുമ്പം 1, 2, 3 ഇത്രയും ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഇതൊന്ന് എഴുതണം. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ? अब 738 दिनों तक पेड़ काटने का इंतजार करने के बाद 738 ദിവസം മരം മുറിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നതിന് ശേഷം ആത്മീയ അവിടെ നിന്ന് മിണ്ടാതെ പോയി. അപ്പോൾ പെൺകുട്ടി വാഗ്ദാനം ചെയ്യിച്ചു. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണിത്, അതുകൊണ്ടാണ് സ്പീഡാക്കി പറഞ്ഞത് കേട്ടോ. അതിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയം എന്നാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ചോദ്യം വന്നത്. सेठ पेड़ काटने में सफल हुआ. सेठ पेड़ काटने का वादा किया. सेठ पेड़ काटने में असफल हुआ. ഏതാണ് ശരി? നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ നോക്കിയതാണ് അല്ലേ? सेठ पेड़ काटने में असफल हुआ, അതാണ് ശരിയായിട്ടുള്ളത്. पेड़ काटने में असफल हुआ. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. जूलिया ने सेठ से ऐसा वादा क्यों ले लिया? ഇവിടെയുള്ള ഒറ്റ മരവും മുറിക്കുകയില്ല എന്ന്, ഒരു മരം പോലും മുറിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യിച്ചു അല്ലേ സേട്ടിനെ കൊണ്ട്? ആര്? ജൂലിയ. എന്തിനാണ് അങ്ങനെ ചെയ്യിച്ചത്? അത് നമ്മൾ നേരത്തെ നോക്കിയതിലുണ്ടായിരുന്നു. आत्मियों से पेड़ों का संरक्षण करने के लिए, प्रदीप को बचाने के लिए. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. लूना की रक्षा करने के लिए जूलिया 138 दिनों तक उस पेड़ पर ही रही. इस पर समाचार तैयार करें अथवा संकेतों की सहायता से प्रकृति की रक्षा, धरती की सुरक्षा विषय पर ലഘുലേഖ लिखे. 2 ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1 ലഘുലേഖ എഴുതാനും 1 സമാചാർ തയ്യാറാക്കാനും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമാചാർ തയ്യാറാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, 2 എണ്ണത്തിലും സമാചാർ തയ്യാറാക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലഘുലേഖം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പ്രകൃതി കി രക്ഷ, ധർത്തി കി സുരക്ഷ എന്ന ലഘുലേഖ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന് സഹായകമായിട്ട് ബിന്ദുക്കൾ ഇവിടെ തന്നിട്ടുണ്ടാവും. 2-3 സെന്റൻസ് അതാ ഇത് ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടിയാണ് അങ്ങനെ തരുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് നോക്കാം. 1 സമാചാറാണ്, 1 ലഘുലേഖാണ്. സമാചാർ നമ്മൾ നേരത്തെ നോക്കി, അത് തന്നെ. ജൂലിയ 738 दिन तक पेड़ को काटने से रक्षाക്കി. 738 ദിവസം വരെ മരത്തിനെ മുറിക്കുന്നതിന് രക്ഷിച്ചു നിർത്തി. एक पेड़ पर घोंसला बनाया അവൾ, वह पेड़ पर घोंसला बनाया അവൾ മരത്തിൽ കൂടുണ്ടാക്കി. सेठ पेड़ काटने से असफल हुआ. सेठ മരം മുറിക്കുന്നതിൽ നിന്നും പിന്നെ പരാജിതനായി. अंत में 738 दिनों तक पेड़ काटने का
असर करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. അങ്ങനെ അവസാനം 738 ദിവസം വരെ മരം മുറിക്കാൻ പ്രതീക്ഷയോടെ ഇരുന്നതിന് ശേഷം ആത്മി മിണ്ടാതെ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. പിന്നെ പെൺകുട്ടി സേട്ടിനെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ചു ഒരിക്കലും മരം മുറിക്കില്ല എന്ന്. ലടുക്കി അങ്ങനെ എന്ത് ചെയ്തു? മരത്തിനെ രക്ഷപ്പെടുത്തി എന്നാണ് വാർത്ത എഴുതിയത്. അടുത്തത് നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ലഘുലേഖാണ് അല്ലെ. അപ്പൊ ലഘുലേഖ് നോക്കാം. ലഘുലേഖ് പ്രകൃതി കി രക്ഷ ധർത്തി കി സുരക്ഷ. ലഘുലേഖ എന്താണ്? പ്രകൃതി കി രക്ഷ ധർത്തി കി സുരക്ഷ. പ്രകൃതി ഹമാരെ ലിയെ സബ് കുച്ച് ദേത്തി ഹെ. പ്രകൃതി നമുക്ക് വേണ്ടി എല്ലാം നൽകുന്നു. പ്രകൃതിയിൽ നിന്ന് നമുക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ പ്രകൃതി നമുക്ക് വേണ്ടി എല്ലാം നൽകുന്നുണ്ട്. പ്രകൃതിക്ക് ബിനാ ഹം ജീ നഹീ സക്തേ. പ്രകൃതിയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. പ്രകൃതിക്ക് രക്ഷ ഹർ ഏക് കാ ദായിത്വ ഹേ. പ്രകൃതിയെ രക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സമാജ് കി ഉന്നതി സേ ദേശ് കാ വികാസ് ഭി ഹോ ജായേഗ. സമൂഹത്തിന്റെ ഉന്നതിയിലൂടെയാണ് ദേശത്തിന്റെ വികാസം ഉണ്ടാകുന്നത്. പ്രകൃതി പർ കിസി കാ ഭി അകേല അധികാർ നഹീ ഹേ. പ്രകൃതിയിൽ ആർക്കും എന്താ പറയാ അകേല അധികാർ, ഒറ്റയ്ക്കുള്ളൊരു അധികാരം ആർക്കുമില്ല. പ്രകൃതിയിൽ തൻ്റെതായിട്ടുള്ളൊരു അധികാരമില്ല. എല്ലാവർക്കും അവകാശമുള്ളതാണ് പ്രകൃതി എന്നാണ് പറഞ്ഞത്. പ്രകൃതി സബ്കി ഹേ. പ്രകൃതി എല്ലാവരുടേതുമാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ഇത് പോസ്റ്റർ ഉണ്ടാക്കാനുള്ള സെൻറ്റൻസ് കൂടി ഇതിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഇത് ഏതെങ്കിലും എഴുതി വെച്ചാലും എന്താണ്, നിങ്ങൾക്ക് പോസ്റ്റർ വചനം കൂടിയായി. പ്രകൃതി സബ്കി ഹേ പറഞ്ഞ പോസ്റ്റർ വചനമാണ്. പ്രകൃതി പർ കിസി കാ ഭി അകേല അധികാർ നഹീ ഹേ പറഞ്ഞാലും പോസ്റ്റർ വചനമാണ്. അതുപോലെ തന്നെ പ്രകൃതി കി രക്ഷ ഹർ ഏക് കാ ദായിത്വ ഹേ. പ്രകൃതി ഹമാരെ ലിയെ സബ് കുച്ച് ഹേ. പ്രകൃതി കെ ബിനാ ഹം ജീ നഹീ സക്തേ. ഇതെല്ലാം പോസ്റ്റർ വചനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ പ്രകൃതി ധർത്തിക്ക് സുരക്ഷ എന്ന ലഘുലേഖയിലും നമുക്കതെല്ലാം ഉപയോഗപ്പെടുത്താം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേട് കവിത കൈ അംശ പടയും 4, 5, 6. 4 മുതൽ 6 വരെയല്ലേ പറഞ്ഞത്. അപ്പൊ 4, 5, 6 ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 4, 5, 6 അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഈ 6 എണ്ണം നമ്മൾ ഇതെന്നാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ചോദ്യം, കവിനെ യഹാ പേട് കോ കിസ് രൂപമേ വർണ്ണൻ കിയ. കവി ഇവിടെ മരത്തിനെ ഏത് രൂപത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്? ദർജി അല്ലേ. ദർജി എന്ന രൂപത്തിലാണ് കവി ഇവിടെ പേടിനെ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തത്, യഹ് ആശയ വാലി പങ്ക്തിയാ കവിതാ സെ ചുൻകർ ലിഖേം. ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഏതാശയമാണ് താഴെ തന്നിരിക്കുന്നത്? ധൂബ് കെ സിൽനെ പർ ഛായായേം ബിഗർ ഗയി. ധൂബ് സിലി തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായായേം. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം നോക്കാം. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുए इन पंक्तियों का आशय लिखें എന്നാണ് പറഞ്ഞത്. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തുക. കവി ആരാണെന്ന് എഴുതണം, കവിതയുടെ പേരെന്താണെന്ന് എഴുതണം. അതാണ് പറഞ്ഞത് കേട്ടോ. അത് രണ്ടും എഴുതിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. ഏത് കവിതയുടെ ആശയമാണ്? പേടുത്തും പേട് നഹീം ദർജി. ആ കവിതയുടെ ആശയമാണ് എഴുതാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. പേട് എന്ന കവിതയുടെ ആശയമാണ് സുശീൽ ശുക്ലജിക്ക് ഏക സുന്ദർ കവിത ഹേ പേട്. സുശീൽ ശുക്ലജിയുടെ സുന്ദരമായ കവിതയാണ് പേട്. കവി പേട് കോ ദർജി മാനത്തെ. കവി മരത്തിനെ തയ്യൽക്കാരനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. പേട് മിട്ടി ഹവ പാനി ധൂപ് ആദി സിൽക്കർ പ്രകൃതി കോ സുന്ദർ ബനത്താ ഹെ. മരം, മണ്ണ്, വായു, വെള്ളം, വെയില് മുതലായവയെല്ലാം തുന്നിച്ചേർത്ത് പ്രകൃതിയെ സുന്ദരമാക്കുന്നു. ധൂപ് സിലീത്തോ ഛായായേം ബിഗർ ഗയി. വെയില് തുന്നിച്ചേർത്തപ്പോൾ നിഴലുകൾ ചിതറിപ്പോയി. അച്ചി കവിത ഹെ സരൾ ഭാഷ കാ പ്രയോഗ കിയാ ഹെ. നല്ല സുന്ദരമായൊരു കവിതയാണ്, ലളിതമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം.
ഹാച്ചിക്ക് കഹാനി എന്ന ഭാഗമാണ് 7ഉം 8ഉം ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഇതൊന്ന് എഴുതേണ്ടത്. 7ാമത്തത് वाक्य पिरामिड तैयाराക്കാനാണ്. 8ാമത്തെ കഹാനിക്ക് ഈ സന്ദർഭയ്ക്ക് ആധാർ पर പ്രൊഫസർ की पत्नी की ഡയറി ആണ് എഴുതാൻ പറഞ്ഞത്. പ്രൊഫസറിന്റെ ഭാര്യയുടെ ഡയറി ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാക്യ പിരമിഡ് നോക്കാം. ഹാച്ചിനെ പ്രൊഫസർ का इंतजार किया. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് തന്നെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മറ്റേ ക്വസ്റ്റ്യനും കൂടെ കാണണം. 2 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും, മാർക്ക് വാങ്ങാനും പറ്റും. प्रोफेसर का इंतजार किया, हाची ने रोज प्रोफेसर का इंतजार किया, हाची ने रोज സ്റ്റേഷൻ മേ പ്രൊഫസർ का इंतजार किया. മനസ്സിലായോ? ഇവിടെ പ്രൊഫസർ എന്നും റോസ് എന്നും സ്റ്റേഷൻ മേ എന്നുമാണ് നമ്മളിവിടെ പുതിയ പുതിയ ശബ്ദം എടുത്തതുകൊണ്ടാണ്. റോസ് സ്റ്റേഷൻ മേ. ഹാച്ചി പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നു. ഹാച്ചി ദിവസവും പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നു. റോസ് എന്ന നിത്യവും. ഹാച്ചി നിത്യവും സ്റ്റേഷനിൽ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നു. മനസ്സിലായല്ലോ? ഇനി ഭാര്യയുടെ ഡയറിയാണ്. ആജ് മേ മേരി പതിക്ക് ഖബ്ർ പർ ഫൂൽ ചടാനെ ആ ജാത്തി. ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ പൂക്കളർപ്പിക്കാൻ വേണ്ടി പോയി. तब സ്റ്റേഷൻ पर ഹാച്ചി से मिला. അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് ഹാച്ചിയെ കണ്ടു. ഇത്തനീ ബറസ് വഹ് ഇന്തസാർ ന ചോട. ഇത്രയും വർഷമായിട്ടും അവൾ പ്രതീക്ഷ ഉപേക്ഷിച്ചിട്ടില്ല. ഉസ് മൂഗ് ജാൻവർ के प्रेम समर्पण व प्रतीक्षा पर मैं अचरज हुई. ആ മിണ്ടാപ്രാണിയുടെ സ്നേഹവും സമർപ്പണ മനോഭാവവും പ്രതീക്ഷയും കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഉസ്കെ സാത്ത് സടക്ക് പർ ബൈഠ് കർ മേ രോനെ ലഗ. ആ ഹാച്ചിയോടൊപ്പം റോട്ടിലിരുന്ന് ഞാനും കരയാൻ തുടങ്ങി. കിതനി പ്യാരി ഹേ വഹ്. എത്രമാത്രം സ്നേഹമുള്ള ഹാച്ചി, ആ പട്ടിക്കുട്ടി എത്രമാത്രം സ്നേഹമുള്ളവളാണ് എന്നാണ് ആര് പറയുന്നത്? പത്നി പറയുന്നത് അല്ലേ. അപ്പൊ സ്ഥാൻ താരിഖ്, സോറി അത് ഡയറിക്കുള്ളതല്ല കേട്ടോ. ഡയറി എത്രയാണുള്ളത്? നമ്മൾ ഡയറി നോക്കിക്കഴിഞ്ഞു. ഡയറിക്ക് നമ്മൾ ആദ്യം തന്നെ എന്താണ്, ഒരു സൈഡ് ഹെഡിങ് കൊടുക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഡയറി ശുഭരാത്രി എന്നും കൂടെ വേണമെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. हाची के इंतजार के बारे में प्रोफेसर की पत्नी अपनी बेटी के नाम पत्र लिखा. മകൾക്ക് വേണ്ടി കത്തെഴുതി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അത് നമുക്ക് എഴുതാം. സ്ഥാൻ താരിഖ് എഴുതണം, നിർബന്ധമാണ്. സ്ഥാൻ താരിഖ്. തും കൈസേ ഹോ ടീക്ക് ഹേന. അമ്മ ചോദിക്കാണ് മകളോട്. പിछले दिन में ഹാച്ചി കോ ദേക്ക. കഴിഞ്ഞ ദിവസം ഞാൻ ഹാച്ചിയെ കണ്ടു. വ സ്റ്റേഷൻ പർ ബൈഠാ. അവൾ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. തബ് ബി വഹ് ഇന്തസാർ നഹീ ചോട. അപ്പോഴും അവൾ പ്രതീക്ഷ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വഹ് ബൂട്ടാ ഹോ ഗയാ ഹെ. അത് വൃദ്ധനായിട്ടുണ്ട്. മേ ഹാച്ചി കെ സാത്ത് സടക്ക് പർ ബൈഠ് കർ രോയ. ഞാൻ ഹാച്ചിയോടൊപ്പം റോട്ടിലിരുന്ന് കരഞ്ഞു. ആർ മൂഗ് ജാൻവർ കെ മാലിക കെ പ്രതി പ്രേം. ആ മിണ്ടാ പ്രാണിക്ക് മുതലാളിയോടുള്ള സ്നേഹം അചരജ് ഹോഗി, എന്നെ അത്ഭുതപ്പെടുത്തി. ജവാബ് കി പ്രതീക്ഷാമേ, മറുപടി പറിച്ചുകൊണ്ട്. തുമാരി മാ, നിന്റെ അമ്മ. അസ്താഷർ നാം, പിന്നെ സേവാമേ നാം പദ. സേവാമേം നാം പദ മകൾക്കാണ് എഴുതുന്നത് അല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാബ ആർ ബാബ കി ചെടി എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം നിങ്ങൾ താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഏക് കദം വോ ചൽത്താ ഹേ വോ കോൻ ഹേ. അത് ബാബ, നേരത്തെ വന്ന ഇതിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലേ, ബാബയാണ്. അടുത്തത് അക്ടോബർ 1 വിശ്വ ബുജുർഗ് ദിവസ്. ആപ്കെ സ്കൂൾ മേ ബുജുർഗോ കാ ആദർ കാ. അങ്ങനെ ആ ദിവസം വൃദ്ധദിനത്തിൻ്റെ അന്ന് വൃദ്ധന്മാരെ ആദരിക്കുന്നു നിങ്ങളുടെ സ്കൂളിൽ. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. അതാണ് പറഞ്ഞത്. 10ാമത്തെ പോസ്റ്ററാണ്. പോസ്റ്റർ വിശ്വ ബുജുർഗ് ദിവസ്, ലോക വൃദ്ധ ദിനം. ഒക്ടോബർ 1 തീയതി സോമവാർ, തിങ്കളാഴ്ച. ബുജുർഗോ കാ ആദർ, വൃദ്ധന്മാരെ ആദരിക്കുന്നു. സമയം 10 മണി.
10 ബജെ എഴുതിയില്ലേ? സ്ഥാൻ സ്കൂൾ സഭാഗൃഹ് സബ്കാ സ്വാഗതം. സ്ഥലം എവിടെ വെച്ചിട്ടാണ്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. എല്ലാവർക്കും സ്വാഗതം. അടുത്തത് നോക്കാം. हाची का अर्थ होता है आर्ट। वह अंग्रेजी से पूरे जापान बहुत सौभाग्यशाली मानते हैं, लेकिन बिल्ला ऐसे मजदूर हालत में था कि लगे भाग्य का मारा है। लघु ने पिल्ले के हालत को भाग्य का मारा क्यों कहा गया? എന്തുകൊണ്ടാണ് ആ പട്ടിക്കുട്ടിയുടെ അവസ്ഥ വളരെയധികം ലഘുവിനെ പിള്ളേക്ക് ഹാൽത്തുക ഭാഗ്യക്കാമാര ഭാഗ്യമില്ലാത്തത് എന്ന് പറയാൻ എന്താണ് കാരണം എന്നാണ് ചോദ്യം. हाची का अर्थ आर्ट। वह अंग जिसे पूरे जापान बहुत भाग्यशाली मानते हैं, लेकिन पिल्ला ऐसी मजबूत हालत में था कि लगे भाग्य का मारा है. അതുകൊണ്ടാണ് അത്രയ്ക്കും ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അതിനെ ഭാഗ്യക്കാമാര എന്ന് പറഞ്ഞ് 2 വരി അതിന് ഉത്തരമായിട്ട് തന്നെ എഴുതാം. അടുത്തത് पहचानकर लिखें कि कौन सा विकल्प पूर्ण रूप से सही है. പഹചാൻകർ ലിഖിയേം തിരിച്ചറിഞ്ഞെഴുതുക എന്നതിൽ വികൽപ്പ് പൂർണ്ണ രൂപത്തിൽ ഏതാണ് ശരിയായിട്ടുള്ള രൂപം ഏതാണെന്നാ ചോദിച്ചത്. ഇതവിടെ കാ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഏതാണ് ശരി? അതാണ് നമുക്ക് അറിയേണ്ടത്. നോക്കാം. പ്രൊഫസർ ഹാച്ചിക്കോ ഗർ ലാത്താഹെ നമ്മൾ നേരത്തെ നോക്കിയ തന്നെയാണ്. പത്നി അജരജ് ഹോ ജാത്തി ഹെ. ഹാച്ചി പ്രൊഫസർ കാ ഇന്തസാർ കർത്താ ഹെ. അപ്പൊ ചാ ത, അതുപോലെ തന്നെ ഈ ചായും ഈ ദായും അല്ലേ, അതാ ഇവിടെ കിട്ടി, ചായും ദായും കിട്ടി. അതുപോലെ തന്നെ ഈ ഓ ചായും പിന്നെ ഏതാ വരുന്നത്? ഇങ്ങനത്തെ ദായാണ് വരുന്നത് അല്ലേ. ഈ ദായും കിട്ടി, ശരിയാണ്. അടുത്തത് ഹാച്ചി ജായും തായുമാണ്, ഇതാണ് വരുന്നത്. അപ്പൊ ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ജൂലിയ और लोना कहानी का अंश पढ़कर प्रश्नों के उत्तर लिखे. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ഒരു ബലിഷ്ഠരായ ആളുകൾ വലിയ മരം മുറിക്കാൻ വേണ്ടി എത്തി. ഏക് ലഡ്കീനെ ഉന്നെ ദേഖ് ലിയ. ഒരു പെൺകുട്ടി അവരെ കണ്ടു. വഹ് ജഡ് പേട് പർ ചढ़ गई. അയാൾ പെട്ടെന്ന് മരത്തിൽ കയറി. ആത്മീയോനെ പഹലെ ഉസെ സമझായ ഫിർ ധമകായ. ആദ്യം ആ മനുഷ്യർ അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു, പിന്നീട് അവളെ ഭീഷണിപ്പെടുത്തി. സഹി വികൽപ്പ് ചുൻകർ ലിഖിയേം എന്നാണ് പറഞ്ഞത്. വഹ് പ്ലസ് കോ ഉനയം തെറ്റാണ്. വേ പ്ലസ് കോ ഉനയം തെറ്റാണ്. വേ പ്ലസ് കോ ഉനയം തെറ്റാണ്. വഹ് പ്ലസ് കോ ഉനയം തെറ്റാണ്. ഇതിൽ ഫുള്ള് തെറ്റാണല്ലോ തന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് എന്താണ്? ഉനയ എന്ന് വരുന്നത് വേ പ്ലസ് നേ ആണ് ഉനയ കേട്ടോ. ഈ 4 എണ്ണം തന്നതും തെറ്റാണ്. എന്താണ് വരുന്നത്? വേ പ്ലസ് നേ ആണ് ഉനയം. എന്താ തന്നിരിക്കുന്നത്? വേ പ്ലസ് നേ. വേ പ്ലസ് നേ പറഞ്ഞാൽ എന്താണ്? ഉനയം അല്ലെങ്കിൽ ഉന്നോനെ. വേ വാ എന്നാണ് ഇട്ടത്. വേ പ്ലസ് നേ. അപ്പൊ ഈ വേ എന്ന് ഇവിടെ ഉണ്ട്. ഈ കോക്കി പകരം എന്താണ്? കോക്കി പകരം നേ എന്നാണെങ്കിൽ കറക്റ്റായി. മനസ്സിലായോ? ഈ കോക്കി പകരം നേ ആണെങ്കിൽ വേ പ്ലസ് നേ ഉനയം, ഇത് ശരിയാവും. മനസ്സിലായല്ലോ? അടുത്തത് उपयुक्त संदर्भ के आधार पर जूलिया और हट्टे कट्टे आदमी के बीच की संभावित बातचीत ആണ്. അഥവാ जूलिया और लोना कहानी के आधार पर सेठ और लोना के बीच की संभावित बातचीत लिखी. സേട്ടും ലൂണയും തമ്മിലുള്ള ബാച്ചിത്ത് എഴുതാനും ഹട്ടെ കട്ടെ ആത്മയും ജൂലിയയും തമ്മിലുള്ള ബാച്ചിത്ത് എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലിയ പറഞ്ഞാല് പെൺകുട്ടിയാണ്. ജൂലിയ ആരാണ്? പെൺകുട്ടിയാണ്. പെൺകുട്ടിയും അതുപോലെ തന്നെ ഹട്ടെ കട്ടെ ആത്മയും തമ്മിലുള്ള ബാച്ചിത്ത് എഴുതിയത് നോക്കാം. ഹട്ടെ കട്ടെ ആത്മി 780 ദിവസം കഴിഞ്ഞു. അയാൾ കുറേ ദിവസമായി മരം മുറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അല്ലേ. അപ്പൊ 780 ദിവസം കഴിഞ്ഞു. ജൂലിയ പറയാണ്, തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവോगे. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. ഹട്ടെ കട്ടെ ആത്മി മുജെ സമझ. എനിക്ക് മനസ്സിലായി. ജൂലിയ
ക്യാ സമജ് ആപ്കോ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഹട്ടെ കട്ടെ ആദ്മി, പേട് കോ കാട്ടന ഗലത്ത് ഹെ, മരം മുറിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ജൂലിയ, तो आप वादा करो, എങ്കിൽ താങ്കൾ വാഗ്ദാനം നൽകൂ. ഹട്ടെ കട്ടെ ആദ്മി, ठीक हूँ, मैं वादा करता हूँ कि किसी भी पेड़ को कभी नहीं काटोगे. അപ്പം എന്താ പറയുന്നത്? ഞാൻ വാഗ്ദാനം നൽകുന്നു, ഞാൻ ഇനി മുതൽ ഒരു മരവും മുറിക്കുകയില്ല എന്ന് വാഗ്ദാനം നൽകുന്നു എന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. एक दिन शिरीन बहुत खुश होते हुए घर वापस आई. उसने अपना बस्ता फेंका और चिल्लाती. ഒരു ദിവസം ഷിറീൻ സ്കൂളിൽ നിന്ന് വളരെ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. അവൾ അവളുടെ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് അമ്മയോട് ഉച്ചത്തിൽ പറയുന്നു, ഞങ്ങളെ എന്തിനു കൊണ്ടുപോകുന്നുണ്ട്? പിന്നെ ചിടിയാഗർ കാണാൻ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നു. അവൾ വളരെ സന്തോഷത്തിലാണ് അല്ലേ. ചോദ്യം എന്താണ്? ഷിറിൻ ഖുശ്ദിക്കും, ഷിറിൻ സന്തോഷത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് ഷിറിൻ വളരെ സന്തോഷത്തിലായത്? എന്താ ആൻസർ എന്താണ്? अम्मी एक अच्छी खबर है, अगले इतवार हमारा स्कूल हमें घुमाने के लिए जा रहा है. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങളെ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വളരെയധികം എന്തായത് സന്തോഷത്തിലായത് അല്ലേ. ഈ രണ്ടുപേരും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാം അതിൻ്റെ ആൻസറായിട്ട്. അത് ഷോർട്ടായി എഴുതിയത് ഇവിടെ ഉണ്ട്. ക്യോങ്കി ഷിറിൻ കി സ്കൂൾ ഉസ്കെ ഗുമാനെ ലേ ജാ രഹാ ഹേ. ഓക്കെ, അങ്ങനെ പറ്റൂലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി വായിച്ച് നോക്കിയിട്ട് 2 സെൻറ്റൻസ് യോജിക്കുന്ന 2 സെൻറ്റൻസ് ആൻസറായിട്ട് എഴുതാം. ഇനി നീച്ചെ ദിയേ ചിത്ര കെ ആധാർ പർ ദോ സാർത്ഥക് വാക്യ ബനായേം എന്നാണ് പറഞ്ഞത്. താഴെയുള്ള ചിത്രം നോക്കൂ. വലിയൊരു മരത്തിനെ ഒരാൾ എന്ത് ചെയ്യാണ്? വെട്ടിമുറിക്കുകയാണല്ലേ. പക്ഷികളും മൃഗങ്ങളും ഒക്കെ പേടിച്ചരണ്ട് ചുറ്റിലും ഓടി പോകുന്നവരുണ്ട്, പേടിച്ചരണ്ട് നിൽക്കുന്നവരുണ്ട്. പ്രകൃതി ആകെ എന്താണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അപ്പം എന്താണ് പറഞ്ഞത് നമ്മളോട്? 2 അർത്ഥവത്തായിട്ടുള്ള സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞത്. അതായത് പോസ്റ്റർ നമ്മൾ എഴുതല്ലോ, പോസ്റ്ററിന് വേണ്ടി നമ്മൾ എഴുതുന്നത് പോലെ 2 സെൻറ്റൻസ് എഴുതാം. പേട് മത്ത് കാട്ടോ, പ്രകൃതി ഹമാരി മാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്റർ ചോദിക്കുന്നതിന് പകരം എന്താണ് ചെയ്തിരിക്കുന്നത്? ചിത്രം തന്നിട്ട് നിങ്ങളോട് അർത്ഥവത്തായിട്ടുള്ള സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ആദ്യം മുതൽ, ഇപ്പോൾ തന്ന വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവുക. നല്ല മാർക്ക് തന്നെ വാങ്ങുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പല കുട്ടികളും നല്ല മാർക്ക് വാങ്ങിയതായിട്ടും ഫുൾ മാർക്ക് കിട്ടിയതായിട്ടും ടീച്ചറിൽ നിന്നും അടിയിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ടൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.